എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ എനിക്കും സോനുവിനും രണ്ടുപേർക്കും ഫുൾ ഡേ ഓഫുള്ള ദിവസമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഈവനിങ് ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്. അപ്പോൾ ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കുറച്ച് കൊച്ചു കാര്യങ്ങളൊക്കെ, കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിട്ടുള്ള കാര്യങ്ങൾ, അതെ, ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് കാണാം. അതെ, രാവിലെയൊക്കെ ഇവിടെ നല്ല ക്ലീനിങ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ വൈകുന്നേരത്തെ നമ്മുടെ ചെറിയ കാര്യങ്ങളാണ്, അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാണാം. നീ ചായ ഉണ്ടാക്കല്ലേ? ഞാൻ ചായക്ക് വെള്ളം എടുത്താണ്. ക്യാമറമാൻ നികേഷ് ചേട്ടനാണ്. അപ്പം നമുക്കൊരു ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം ഇന്നത്തെ വ്ളോഗ്. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ചിട്ടുണ്ട്. പൊടിയിട്ട് കൊടുക്കട്ടെ. ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും ഞങ്ങൾ ഈ ഭാഗത്താണ് ഇങ്ങനെ വന്ന് നിൽക്കുക രണ്ടാളും. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ നേരെ കാണുന്നത് സ്മാർട്ട് സിറ്റിയാണ്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. 2 ബിൽഡിങ്. ഞാൻ എന്നും സോനുവിനോട് പറയാം, അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാൻ ഇങ്ങനെ കൊതിയായിട്ടിരിക്കുകയാണ്. സോനു, ഈ ഫ്ലാറ്റ് ജീവിതത്തിൽ പ്രത്യേകിച്ച് ബാൽക്കണിയിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ആകെ ഒരു ആശ്വാസം, അല്ലേ? നമ്മളല്ലെങ്കിൽ ആ റൂമിൽ അടച്ച് ഒതുങ്ങിയിരിക്കുമ്പോ വല്ലാത്തൊരു ഇതാണ്. പക്ഷെ ഇവിടെ വന്ന് ഇടയ്ക്ക് നമുക്ക് ടെൻഷൻ അടിക്കുമ്പോഴായാലും ഈ ബാൽക്കണി വന്ന് പുറത്തേക്കൊക്കെ നോക്കുമ്പോ ഒരു പ്രത്യേക ഫീലിംഗ് വരും. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആകും. അതുമല്ല നല്ല പച്ചപ്പും ഉണ്ട്, ഇഷ്ടംപോലെ ബിൽഡിങ്ങും ഉണ്ട്, എന്നാൽ തന്നെയും നല്ല പച്ചപ്പുമാണ്. സ്മാർട്ട് സിറ്റി കാണാനില്ലേ ഇതില്? കാണുന്ന 2 വലിയ ബിൽഡിംഗ് സാൻസ് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞ, ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള, അതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ദിവസമല്ലേ അവിടെ തീ പിടിച്ച്? ദിവസം ഞങ്ങള് രാത്രി ഇവിടെ ഒന്നിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് തീ ആളി കത്തുന്നു അവിടുന്ന്. പിന്നെ അത് ഫയർഫോഴ്സ് വന്നിട്ട് എടുത്തി. അത് ഭയങ്കര തീയാർന്നല്ലേ, ബിൽഡിങ് മൊത്തം ഇങ്ങനെ കത്തണം പോലെ അവിടുന്ന് കണ്ടു. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ബാൽക്കണിയുടെ വ്യൂ ആണത്. ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ബിസ്ക്കറ്റ്, മിക്സർ, പൂരപ്പൊടി ഞങ്ങളുടെ ഇവിടെ അവലോസോടി എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂര്
അവലോസ് പൂരപ്പൊടി എന്ന് പറയുന്നത് കേട്ടപ്പോ തന്നെ ഒരു പ്രത്യേകത. ഞാൻ പൂരപ്പൊടി എന്ന് പറഞ്ഞപ്പോ പൂരപ്പൊടിയാ ചോദിച്ചത്. അപ്പൊ ഞാന് സോനുവിനെ അറിയണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാ കേൾക്കണേ. തൃശ്ശൂരൊക്കെ പൂരപ്പൊടി. തൃശ്ശൂരിന് കപ്പയ്ക്ക് കൊള്ളിന്നല്ലേ പറയുന്നത്. എനിക്കതൊക്കെ പുതിയതായിട്ടാ. പക്ഷെ യൂട്യൂബിൽ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി. ഇത് പഞ്ചസാര കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കും. ഞാൻ എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ വലുതായപ്പോ അധികം താല്പര്യമില്ല. വീട്ടിൽ അമ്മച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഉണ്ടാക്കാറില്ല. പക്ഷെ നമ്മള് ഇത് പുറത്തുനിന്ന് മേടിക്കുമ്പോ വീട്ടുണ്ടാകുന്ന അത്ര ഒരു ടേസ്റ്റ് ഒക്കെ വരികയല്ല. ഗേഷേട്ടന് തന്നെ പലഹാരങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഏറ്റവും എന്താ ഞാവപ്പഴം, അതാണ്. അത് കിട്ടിയ ഒരു ലിമിറ്റും ഇല്ലാതെ എന്തോ. ഫ്രൂട്ട്സ് ഞാൻ കുറെ കഴിക്കും. ഫ്രൂട്ട്സ് പേരയ്ക്ക, ഞാവൽപ്പഴം. ഞാവൽപ്പഴമൊക്കെ സീസണലാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടുള്ളൂ. ആപ്പിള്. എനിക്ക് ബേക്കറി ഐറ്റംസിനോടൊന്നും വലിയ പ്രിയമില്ല. പിന്നെ ചായയുടെ കൂടെ ബിസ്ക്കറ്റോ ലേശം മിച്ചറോ എന്തെങ്കിലും കഴിക്കും. സോനു അങ്ങനെ തന്നെയാ, കുറച്ചൊക്കെ കഴിക്കുള്ളൂ. ഇപ്പൊ തൊട്ടുള്ള ഈവനിങ്സിലൊന്നും ഞങ്ങൾക്ക് അധികം ഈ കോവിഡ് ഒക്കെ ടൈമായ കാരണം അധികം എങ്ങോട്ടും പോവാണ്ടായി, കറങ്ങാൻ പോവാണ്ടായി. മറ്റേ ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോവായിരുന്നു അല്ലെ. ഈവനിങ്സില് രണ്ടുപേരും ഫ്രീ ആവുന്ന ഈവനിങ്സില് ലുലു മാളിലും സിനിമയ്ക്കും ഒക്കെ പോവായിരുന്നു. പക്ഷെ ഇപ്പൊ തൊട്ട് പോവാൻ പറ്റാറില്ല. ഇപ്പൊ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ചായക്ക് കുടിച്ച് കുറച്ച് നേരം TV കണ്ട് പുറത്തു പോയി ഇവിടെ അടുത്ത് തന്നെ ഒന്ന് നടന്നിട്ടൊക്കെ വരും. രാജഗിരിയുടെ അവിടെ പോവും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈവനിങ്. അവിടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് നടക്കാനൊക്കെ പോവാം. അല്ല ഇവിടെ തന്നെ ഇങ്ങനെ എപ്പോഴും ഇരുന്നാലേ ശരിയാവില്ല. ഇടയ്ക്ക് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് 2-3 ആഴ്ച വീണ്ടും അത് മുടങ്ങും. നടക്കാൻ വേണ്ടി പോവാ. അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ പോവാൻ ഉദ്ദേശിച്ചാണ്. ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ അവിടെയാണ്. പിന്നെ രാജഗിരി സ്ഥിരം ഞങ്ങളുടെ ഏരിയ ആയിരുന്നു. എപ്പോഴും ഞങ്ങൾ പോയിരുന്ന സ്ഥലം. ഇവിടെ അടുത്താണ്, 5 മിനിറ്റ് വരും. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക രണ്ടാളും. ഇപ്പം ഞങ്ങൾ സ്ഥിരം പോണ സ്ഥലമുണ്ട് ഇവിടെ രാജഗിരി കോളേജിൻ്റെ അടുത്ത്. അപ്പം അവിടേക്ക് ഇപ്പോൾ ഒന്ന് പോവാം, നമുക്ക് കാണാം ഞങ്ങൾ സ്ഥിരം പോണ സ്ഥലം. ഇൻഫോ പാർക്കിന്റെ ഇവിടെ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അത് രാജഗിരി കോളേജും അതെല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. അതെ, അവിടെ ഇങ്ങനെ വോക്ക് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടതൊക്കെ. പരിചയപ്പെടില്ല, അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ പ്രണയം പൂത്തുലഞ്ഞത്. നമുക്ക് കാണാം, അവിടെ പോയിട്ട് കാണാം സ്ഥലം. ഞങ്ങൾ രാജഗിരിയുടെ അവിടെയുള്ള പുഴയുടെ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു പുഴ. സോനു കാണിച്ച് പുഴ കാണാനുണ്ട്. നല്ല ഭംഗി, ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കും. ഞങ്ങൾ പരിചയപ്പെട്ട സമയത്തും ഇവിടെ എപ്പോഴെപ്പോഴും വന്നിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ പ്രണയമൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുമല്ല ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് വയറ്റിലേക്കൊക്കെ. എല്ലാ സമയത്തും ഇല്ല, ഇടയ്ക്ക് അവിടെ ടൈമിങ്ങിന് എഴുതി വെച്ചിട്ടുണ്ട്. മെട്രോ സർവീസ് ആരംഭിക്കാൻ. അതെ, വാട്ടർ മെട്രോയുടെ ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിലായിട്ട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കും. ഉടനെ തന്നെ കഴിയും. അപ്പൊ കൊച്ചി വാട്ടർ മെട്രോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വയറ്റിലേക്കൊക്കെ.
ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ലൊരു പുഴയാണ് ഇവിടെ പുഴ. മനോഹരമായിട്ടുള്ള. ആ കാണുന്ന പാലത്തിൻ്റെ അപ്പുറത്താണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഒക്കെ ഒരു ഇത് തുടങ്ങാൻ പോകുന്നത്. പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. മൂന്നര വർഷം മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ സോനുവിൻ്റെ ഓഫീസിലേക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പോൾ ഡെയിലി ഞാൻ സോനുവിനെ കാണാൻ വേണ്ടിയിട്ട് ഓഫീസിൻ്റെ അവിടെ വരും. അവിടുന്ന് സോനുവിനെ പിക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെയൊക്കെയാണ് വന്നിരിക്കാറ്. ഇവിടെ വന്നിരുന്ന് പരസ്പരം ഒരുപാട് സംസാരിക്കുമായിരുന്നു രണ്ടാളും. ഞങ്ങൾ പ്രണയത്തിലേക്കൊക്കെ എത്തുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെയും ഇതിന്റെ അപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, നമുക്ക് പോകുമ്പോ അവിടെ ഇരിക്കുന്ന സോനു അവിടെയൊക്കെ വെച്ചാണ് എപ്പോഴും സംസാരവും പ്രണയവും ഒക്കെ ഉണ്ടായത്. ഒരുപാട് ഓർമ്മകളാണ് ഈ ഭാഗത്ത്. ഇപ്പോഴും ഞങ്ങൾ ഈവനിങ്സിൽ സമയം കിട്ടുമ്പോൾ ഒക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. എനിക്ക് പിന്നെ ഒരു ഓഫ് ആയതുകൊണ്ട് വന്നതാ, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല, വളരെ കുറവാണ്. ശാന്തമായിട്ടുള്ള ഏരിയ, അധികം വീടുകളും ഈ ഭാഗത്തില്ല. നല്ല ശാന്തമായിട്ടുള്ളൊരു പുഴയും മനോഹരമായിട്ടുള്ളൊരു തീരം. ഈവനിങ്സിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ വേറെന്താ സോനു പറയും, സോനുവിന്റെ ഓർമ്മകള് പറയും. എനിക്കും ഈ പറഞ്ഞ തന്നെ രണ്ടുപേരുടെ സെയിം ഓർമ്മകൾ തന്നെയല്ലേ. ഇത് ഞങ്ങളുടെ താമസിക്കുന്നതിന് ഒരു 2 കിലോമീറ്റർ ഒക്കെ ദൂരമേ ഉള്ളൂ ഈ പുഴ എന്ന് പറയുന്നത്. ഇതങ്ങ് വൈറ്റിലയിലേക്ക് പോകുന്നതായി ഭാഗത്തോട് ഈ പുഴയൊക്കെ. കുറച്ച് അപ്പുറം ഇത് ചിത്രപ്പുഴ എന്ന് അങ്ങനെ എന്തോ ഇതിന് പറയണേന്നാ തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞ ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേ. ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഇല്ലയുടെയൊക്കെ എന്നും വൈകിട്ട് സമയത്ത് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അല്ലേ. അതെ, ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ ഇൻഫോ പാർക്ക് എക്സ്പ്രസ്. ഇനിയിപ്പോൾ ഇതിന് മെട്രോ ഒക്കെ വരാൻ പോകുന്നുണ്ട്, മെട്രോൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുണ്ട്, ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനുണ്ട്. ഒരുപാട് സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ. ഒരുപാട് ഇരുന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് എപ്പോഴും ദിവസവും ഇവിടെ വൈകിട്ട് 7 മണിയാകുമ്പോൾ വന്നിരിക്കുമായിരുന്നു, ഒരുപാട് സംസാരിക്കുമായിരുന്നു അല്ലേ. പിന്നെ അപ്പുറം ഒരു ഹോട്ടലുണ്ട്, നമ്മൾ അവിടെ പോയില്ലായിരുന്നു, അവിടെ ഭക്ഷണം കഴിക്കുമായിരുന്നു അവിടുന്ന്. പിന്നെ കൊറോണ ഒന്നോടുകൂടി നിന്ന്. അതെ, അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. കുറച്ച് നാൾ മുമ്പ് ഇവിടെ അധികം അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാജഗിരി കോളേജ് ഇവിടെ തൊട്ടപ്പുറത്താണ്. പക്ഷെ ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അപ്പാർട്ട്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ബിസി പ്ലേസ് ആവാൻ പോവാണ്. മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയാണ്, ചുറ്റും മരങ്ങളും അല്ലേ. പിന്നെ രാവിലെ വൈകിട്ടൊക്കെ ജോഗിങ്ങിന് വരുന്നവർ നടക്കുന്നവരെല്ലാം ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട് ഇവിടെ. അതെ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടുന്ന് നടക്കാൻ വേണ്ടി പോവാണ്. തൊട്ടപ്പുറത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അപ്പം അവിടെ ഒന്ന് നടന്നിട്ട് വരാം. ഇതാണ് ഞങ്ങൾ സ്ഥിരം വരുന്ന വഴിയാണ്, ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളതാ. ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട്. നല്ല ഏരിയ ആണ്, നല്ലൊരു. ഇവിടെ പറയുകയാണെങ്കിൽ പ്രത്യേകം ഭയങ്കര ഒരു വനമൊക്കെ ഉള്ള മൂടിക്കിടക്കണ സ്ഥലമാണ്. ഫുൾ വനമാണ് ചുറ്റും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൗണ്ട്, കുറേ വഴി നടക്കാണ്ട്. രാവിലെയും വൈകിട്ടൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയ സ്ഥലം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഗ്രൗണ്ട്, ഫുട്ബോളിൻ്റെ അല്ലേ. അതെ, ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ്. ഫുട്ബോള് പിള്ളേർ എപ്പോഴും വന്ന് കളിക്കണ ഗ്രൗണ്ടാണ്.
നല്ല രസമാണ് ഇതിനെ ഇങ്ങനെ നടക്കാൻ. രാവിലെയും വൈകിട്ടൊക്കെ നടക്കാൻ പറ്റിയ സ്ഥലം. അതെ, ഏകദേശം ഒരു അരമണിക്കൂർ നടന്നു. ഇനി തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവാണ്. ഇനി പിന്നെ നമുക്ക് ഡിന്നറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം രണ്ടുപേർക്കും കൂടെ കൂടിയിട്ട്. അപ്പം കുറച്ചു നേരം നടന്നു. ചെറുതായിട്ടൊന്ന് കുറെ നാളായി നടന്നിട്ട് അധികം. ഞങ്ങളങ്ങനെ പുറത്തൊക്കെ നടക്കാൻ പോയിച്ച് തിരിച്ച് ഫ്ലാറ്റിലെത്തി. ഇനി ഡിന്നറിനുള്ള പരിപാടികൾ നോക്കണം. അപ്പം എന്താ ചപ്പാത്തി ആണോ? അതോ ചപ്പാത്തി. അതെ, ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഇത് ചപ്പാത്തികളിലൊക്കെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കട്ടെ. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതിന് വലിയ ഷേപ്പൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് എണ്ണയൊന്നും തേച്ചിട്ടില്ല. വെറുതെ ചപ്പാത്തി കുഴച്ചപ്പോഴായാലും എണ്ണ വെച്ചിട്ടില്ല. വെറുതെ വെള്ളം പിന്നെ ഉപ്പ് മാത്രം ഇട്ട് കുഴച്ചതാണ്. പിന്നെ ഉണ്ടാക്കാൻ നേരത്ത് തവയിലായാലും എണ്ണയൊന്നും പരട്ടിയിട്ടില്ല. എൻ്റെ വീട്ടിലൊക്കെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തവയിൽ ഇങ്ങനെ എണ്ണയൊക്കെ പരട്ടി വെച്ചാണ്. പിന്നെ ഇതിൻ്റെ മുകളിലും എണ്ണയൊക്കെ ഇടയ്ക്ക് ഒഴിക്കാറുണ്ട്. ഞങ്ങൾ പിന്നെ അങ്ങനെ ഒഴിക്കാറില്ല. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നിന്നുള്ള കറി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനി കഴിക്കാൻ നേരത്തൊന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പം ചപ്പാത്തി ഇവിടെ മാറ്റി വെച്ചേക്കാം. ഇനി
പാത്രങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം രണ്ടുപേരും കൂടി ഇരുന്ന് ടി വി കണ്ടു. പിന്നെ അതും ഇതും പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അപ്പം ഞങ്ങൾ ഡിന്നറ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും സോനുണ്ടാക്കിയ ചിക്കൻ കറിയുമാണ് കഴിക്കാൻ. എനിക്കെപ്പോഴും ചപ്പാത്തി, പുട്ട്, ദോശ ഒക്കെയാണ് ഞങ്ങൾ ഡിന്നർ ഉണ്ടാവുക. ഓരോ ദിവസം ഓരോന്ന് മാറ്റി മാറ്റി ഉണ്ടാകും. മതി, ഒരു കഷ്ണം ഇഷ്ടം വേണ്ട ഗ്രേവി വേണ്ട, ഒരു കഷ്ണം മതി. ചാറ് ഒന്നെങ്കിൽ ചപ്പാത്തി, പുട്ട്, ഉപ്പുമാവ് ഇതെല്ലാം മാറ്റി മാറ്റി ഉണ്ടാക്കും. പിന്നെ ചിലപ്പോൾ രാവിലെ ഉപ്പുമാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ഇനി കഴിച്ചിട്ട് കാണാം അല്ലേ? അത് കഴിക്കും. എന്നാ ഫുഡ് കഴിച്ചിട്ട് കാണാം. ശരി എന്നാ. ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ നിന്ന് മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി. ഇനി അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ഇനി അടുത്ത് ക്ലീനിങ് പരിപാടിയാണ്. പാത്രങ്ങളെല്ലാം ഇന്നെടുത്ത് എല്ലാം കഴുകി വെക്കണം. അങ്ങനെ രണ്ടുപേരും ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ക്ലീനിങ്ങും പാത്രങ്ങളും എല്ലാം അതും കഴിഞ്ഞു രണ്ടുപേരുടെ കൂടിയിട്ട്. ഇനി നമുക്ക് കുളിക്കണം. കിടക്കണേനും ഒരു കുളി എന്നും പതിവാണ്. അപ്പം ഇനി കുളി കഴിഞ്ഞിട്ട് കാണാം.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്ന് ഇപ്പോൾ കിടക്കേണ്ട സമയമായി. അപ്പോൾ കിടക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. കുറച്ചു നേരം മൊബൈൽ നോക്കിയിരുന്നു, പിന്നെ ടി വി കണ്ടിരുന്നു. അതെ, ഇതൊക്കെയാണ് ഇപ്പം ഇന്ന് നമ്മൾ കണ്ടതൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ്. സാധാരണ ദിവസങ്ങളിൽ ഇപ്പം ഈ കോവിഡൊക്കെ കാരണം ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പോണത്. മറ്റത് സിനിമയ്ക്കും പുറത്തും അങ്ങനെയൊക്കെ പോവും. ഇപ്പോൾ ഇന്ന് കണ്ടതാണ്. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉള്ള ഞങ്ങളുടെ ഈവനിങ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെ. അപ്പോൾ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കൊച്ചു ചെറിയ വീഡിയോസ് ആണ് ഞങ്ങളുടെ. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കാണിക്കാനും. അപ്പോൾ എല്ലാവരും ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ആൾക്കാരുടെ മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് ഇമെയിലും ഒരുപാട് മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു പ്രത്യേക എനർജി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. അത് തന്നെ, ഇത്രയും പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് അറിഞ്ഞത് അല്ലേ? അതെ. എവിടെ നിന്നൊക്കെയാ അല്ലേ പറഞ്ഞേ? ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരും അങ്ങനെ ലോകത്തിന്റെ പല സ്ഥലത്തുള്ള ആൾക്കാരും മെസ്സേജ് കമന്റ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടൊക്കെ ഇനിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരിക. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അപ്പൊ ഇനി നമുക്ക് കിടന്നാലോ? അപ്പൊ ശരി, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.